നമസ്കാരം. അപ്പം നമുക്ക് മഴതോരും മുമ്പ് എന്ന സീരിയലിലെ അലീനയുടെയും മണിശങ്കറിൻ്റെയും ഇന്നത്തെ കഥ കേൾക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ശിവശങ്കരനും രാജീവ് ശങ്കറും കൂടി നമ്മുടെ വൈജയന്തിയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലോട്ട് വരുന്നതാണ്. വൈജയന്തിയെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നിട്ട് വൈജയന്തിയോട് ചോദിക്കുന്നു, എങ്ങനെയുണ്ട് ഇപ്പം, നിനക്ക് സുഖമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പം നമ്മുടെ വൈജയന്തി പറയുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നു. ഞങ്ങൾ ഡോക്ടറെ കണ്ട് സംസാരിച്ചെന്നൊക്കെ പറയും. അതിനുശേഷം നമ്മുടെ ബാലചന്ദ്രൻ കൊടുത്ത ബില്ല് വൈജയന്തി ഏൽപ്പിക്കുകയാണ്. വൈജയന്തി ഇതെന്താ ഇത് ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ ചിലവാക്കിയ ബില്ലിൻ്റെ കോപ്പിയാണെന്ന് പറയും. ഇതെന്തിനാണ് എന്നെ ഏൽപ്പിക്കുന്നത്, ഇത് അയാൾക്ക് തിരിച്ച് ഈ എമൗണ്ട് റീഫണ്ട് ചെയ്ത് കൊടുക്കണമെന്നാണ് പറയുന്നതെന്ന് പറയും. എമൗണ്ട് കൊടുക്കാനോ? അതെ, നീ അയാളുടെ വീട്ടിൽ നിന്ന് അയാൾക്ക് ചോദിക്കാതെ രാത്രി വണ്ടി എടുത്തുകൊണ്ട് വന്ന് ആക്സിഡൻറ്റ് ഉണ്ടാക്കിയതുകൊണ്ട് അയാൾക്കത് ചെയ്തു തരേണ്ട കാര്യമില്ല. പിന്നെ നിന്നെ കാണാൻ അയാൾ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ നീ അയാൾക്ക് ഡിവോഴ്സ് പെറ്റീഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞതാണെന്ന് പറയും. അപ്പം അയാൾക്കെതിരെ വക്കീൽ നോട്ടീസ് അയക്കാനിരിക്കുന്ന ഭാര്യയുടെ ചികിത്സാ ചെലവ് നോക്കേണ്ട കാര്യം അയാൾക്കില്ലല്ലോ എന്ന് പറയും. ബന്ധം വേർപെടുത്തുന്ന വരെ ഭാര്യയുടെ കാര്യം നോക്കാൻ ഭർത്താവ് ഉത്തരവാദിത്തപ്പെട്ടവനാണെന്ന് പറയും. അത് നിൻ്റെ ന്യായം, അയാളുടെ ന്യായം അയാൾ പറഞ്ഞു കഴിഞ്ഞെന്ന് പറയും. അപ്പോൾ നമ്മുടെ ശിവശങ്കരൻ ചോദിക്കുന്നു, അപ്പോൾ നിൻ്റെ തീരുമാനത്തിന് യാതൊരു മാറ്റവും ഇല്ല വൈജി, അപ്പോൾ നീ തിരിച്ച് കടപ്പാട്ടൂരോട്ട് പോത്തില്ലെന്നാണോ പറയുന്നത്? ഇല്ല ശിവേട്ടാ, ഞാനിനി അങ്ങോട്ട് പോകത്തില്ല. അപ്പോൾ രാജീവ് പറയും, വൈജയ്, നീ ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി ചിന്തിക്കണം. നീ കരുതുന്ന കണക്കൊരു മോശം പെൺകുട്ടിയല്ല അലീന എന്നൊക്കെ പറയും. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് പോകത്തില്ല. അപ്പോൾ രാജീവ് പറയും, നീ പറഞ്ഞത് പ്രകാരം നിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി കിട്ടുന്ന വിമാനം പിടിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞാലും നീ അനുസരിക്കത്തില്ല. ഈ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല രാജീവേട്ടാന്ന് പറയും. അപ്പോൾ നമ്മുടെ ശിവൻ പറയും, വൈജയ്, നീ അയാളെ കുറ്റപ്പെടുത്തുമ്പോൾ നീ സ്വയം ചിന്തിക്കണം. നീയും അത്ര ശുദ്ധ ആത്മാവൊന്നും അല്ലെന്ന് പറയും. അതെ, എനിക്കും തെറ്റ് പറ്റിയിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് പറ്റിയ തെറ്റ് ഞാനൊരിക്കലും ഇപ്പോഴത് ആവർത്തിക്കുന്നില്ല. പക്ഷേ ബാലേന്ദ്രൻ അതാണോ ചെയ്യുന്നത്? കണ്ടെടുത്തൊക്കെ അഴിഞ്ഞാടി നടന്നൊരു കൊച്ചിനെയും കൊണ്ട് വീട്ടിൽ കയറി വന്നിട്ട് സ്വന്തം മകളാണെന്ന് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്നു. എനിക്ക് അങ്ങനെ ഒരു മകളുണ്ടെന്നില്ല. ഞാൻ ആ മകളെയും വീട്ടിൽ വിളിച്ചുകൊണ്ട് വരുത്തുകയൊന്നുമില്ല. ബാലേന്ദ്രൻ കണക്ക് ഞാൻ കാണിക്കത്തില്ലെന്ന് പറയും. അയാൾക്കിപ്പോൾ എന്നെയും മക്കളെയും വേണ്ടല്ലോ, അയാൾക്ക് അലീനെ മാത്രം മതിയല്ലോ എന്ന് പറയും. നിൻ്റെ മക്കളെ ഞങ്ങൾ കടപ്പാട്ടൂർ കൊണ്ട് വിട്ടിട്ടുണ്ടെന്ന് പറയും. മക്കളെയോ? അതേ, ബബിതയും രോഹിത്തിനെയും അവരവിടെയല്ലേ താമസിക്കേണ്ടത്, അവർ അച്ഛൻ്റെ കൂടെ, അതുകൊണ്ട് അവരവിടെ താമസിക്കട്ടെ. ഇപ്പം നിങ്ങളെല്ലാവരും ഒന്നായി, ഞാൻ മാത്രം ഒറ്റയ്ക്കും. ശരി, ഞാൻ ഒറ്റയ്ക്ക് മതിയെന്ന് പറയും. ഇനി നിന്നോട് ഒന്ന് പറഞ്ഞിട്ടും കാര്യമില്ല വൈജി, നീ നിൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, ഞങ്ങളിനി ഒന്നിലും ഇടപെടുന്നില്ലെന്ന് പറയും. ഞങ്ങൾ 2 ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോകും എന്ന് പറഞ്ഞ് നമ്മുടെ രാജീവനും ശിവശങ്കരനും കൂടി റൂമിന് പുറത്തോട്ട് വരികയാണ്. അതിനുശേഷം നമ്മുടെ അലീന കൃഷ്ണമോക്കും ബാലേന്ദ്രനുള്ള ചായയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രൻ ന്യൂസ് പേപ്പറൊക്കെ ഇരുന്ന് വായിക്കുന്നു. അപ്പം നമ്മുടെ അലീന പറയുന്നു, അച്ഛാ, എനിക്ക് എന്താ മോളെ, എനിക്ക് ഒന്ന് എറണാകുളം വരെ പോകണം. എന്താ കാര്യം? എനിക്ക് രേവതിക്കുട്ടി ഒന്ന് കാണണം, കൂട്ടത്തെ ചിന്നുമോളെയും കാണണമെന്ന് പറയും. നീ പോയാൽ ഇവിടുത്തെ കാര്യങ്ങൾ ആര് നോക്കും? അത് ഇവിടെ കൃഷ്ണമോളില്ലേ അച്ഛാ, പിന്നെ ബബിതയും രോഹിതുണ്ട്, കൊള്ളാം, നല്ല കാര്യമായി എന്ന് പറയും. പ്ലീസ് അച്ഛാ എന്ന് പറയും. ശരി, നിൻ്റെ ആഗ്രഹമല്ലേ, പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മുമ്പേ പറഞ്ഞാൽ മതി എന്ന് പറയും. തലേ ദിവസം പറയണമെന്നു. ശരി അച്ഛാ, പറയാമെന്ന് പറഞ്ഞ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിക്കാൻ 2 പേരും വരാൻ പറഞ്ഞ് വിളിക്കും. അതിനുശേഷം നമ്മുടെ മണിശങ്കറിനെയും അലീനയാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ മണിശങ്കർ ഇങ്ങനെ ബെഡിലിങ്ങനെ കിടന്നുകൊണ്ട് നമ്മുടെ അലീനയുടെ ഫോട്ടോയൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. സൂം ചെയ്ത് ഫോട്ടോയൊക്കെ നോക്കിയതിന് ശേഷം അലീനെ കോൾ ചെയ്യുന്നു. അപ്പം നമ്മുടെ അലീന കോൾ എടുക്കുക. ഹായ് മനുവേട്ടാ. ഹലോ മനുവേട്ടാ. നീ എന്ത് ചെയ്യുന്നു അലീന? ഞാനെന്തിൻ്റെ സ്ഥിരം പരിപാടി, ഞാനിങ്ങനെ അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇത്രയൊക്കെ സംഭവ വികാസങ്ങളുണ്ടായിട്ടും കിച്ചണിൽ നിന്ന് നിനക്കൊരു മോചനം കിട്ടിയില്ലേ? എന്ത് മോചനം എന്ന് പറയും. അല്ല, മനുവേട്ടനെന്ന് ജോലിക്കൊന്നും പോകണ്ടേ? മനുവേട്ടനെവിടാ? ഞാനെൻ്റെ റൂമിൽ, എൻ്റെ കൊല്ലപ്പള്ളി വീട്ടിൽ എൻ്റെ ബെഡ്റൂമിൽ ഇങ്ങനെ കിടക്കുന്നതെന്ന് പറയും. ജോലിക്കൊന്നും പോകണ്ടായിരിക്കും. ജോലിക്ക് പോകണം. ഞാൻ മര്യാദയ്ക്ക് ബാംഗ്ലൂർ ഇൻഫോസിസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. ഇപ്പം എന്താ കുഴപ്പം? കുഴപ്പമില്ലേ ഉള്ളൂ. മുത്തശ്ശൻ പോയി കൊല്ലപ്പള്ളിയിൽ നിന്ന് ഒരു പെങ്കൊച്ചിനെ കൂട്ടിക്കൊണ്ട് വന്നു. അതിനുശേഷം ജോലിക്ക് പോകണമെന്ന് പോലും ഇല്ലെന്ന് പറയും. കൊള്ളാമല്ലോ. ഇപ്പോൾ എപ്പോഴും അവളുടെ ഓർമ്മയാണ്. അല്ലെങ്കിൽ എനിക്ക് ഇച്ചിരി ഹോം തിക്നെസ് കൂടുതലാണ്. ഇടയ്ക്ക് ആഴ്ച 1 ദിവസമെങ്കിലും ഒന്ന് വീട്ടിൽ വരണം. ഏത് വീട്ടിൽ? മുമ്പ് കൊല്ലപ്പള്ളിയിലായിരുന്നു, ഇപ്പോൾ കടപ്പാട്ടൂരോട്ട് വന്നാലും മതി എന്ന് പറയും. ശരി എന്ന് പറയും. അങ്ങനെ അതിനുശേഷം നമ്മുടെ അലീനയും മണിശങ്കറും കൂടി ഇരുന്നിങ്ങനെ, അലീനയും മണിശങ്കറും കൂടി ഫോണിൽ കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ അലീന മനുവിനോട് പറയും, മനുവേട്ടാ, ഞാൻ എറണാകുളത്ത് പോകുന്നുണ്ട്, രേവതിക്കുട്ടിയും ചിന്നുമോളെയൊക്കെ ഒന്ന് കാണണമെന്ന് പറയും.
എനിക്കും മറ്റന്നാൾ പോകണമെന്ന് പറയും എറണാകുളത്തോട്ട്. എങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുപോകും. അത് വേണ്ട മനുവേട്ടാ എന്ന് പറയും. അലീന, നിനക്ക് ഇപ്പോഴൊരു കോംപ്ലക്സ് ഉണ്ട്. നീ ഇപ്പോൾ ബാലചന്ദ്രൻ ഞങ്ങളുടെ മകളാണ്, ദത്തുപുത്രിയാണ്. അതിലുപരി നീ വൈജയന്തി ആൻറ്റിയുടെ സ്വന്തം മകളാണ്. അതുകൊണ്ട് നീ ഇപ്പോൾ കളപ്പാട്ടൂർ വീട്ടിലെ സെർവൻ്റ് അല്ല. ആ ഒരു ചിന്ത മാറ്റി വെച്ചിട്ട് വേണം നീ സംസാരിക്കാൻ. നിനക്ക് ഇപ്പോഴും ഒരു കോംപ്ലക്സാണ് ഞാൻ അവിടുത്തെ വേലക്കാരി എന്നുള്ളത്. അതറിയാൻ മനുവേട്ടാ, എൻ്റെ അമ്മയാണെന്നുള്ളത്. പക്ഷേ ഞാൻ പെട്ടെന്നൊരു അധികാരം കാണിക്കുമ്പം എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. ആർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന്. ബാല്യത്തിലാണെങ്കിലും കൃഷ്ണമോൾക്കും അതൊരു പ്രശ്നമല്ല എൻ്റെ കൂടെ വരുന്നതിന്. മറ്റുള്ളവരുടെ കാര്യം നീ നോക്കണ്ടെന്ന് പറയും. എന്നാലും ഒന്നും പറയണ്ട, ഞാൻ നാളെ അങ്ങോട്ട് വരും, നീ എൻ്റെ കൂടെ വന്നാൽ മതിയെന്ന് പറയും. ശരിയെന്ന് പറഞ്ഞ് അങ്ങനെ അവർ ഫോൺ കട്ട് ചെയ്യും. അതിനുശേഷം നമ്മുടെ അലീന നമ്മുടെ സ്നേഹനികേതനിട്ട് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുകയാണ്. കുറച്ച് അരി, പലവ്യഞ്ജനം, കുറച്ച് വെജിറ്റബിൾസ്, അങ്ങനെ എല്ലാ ഐറ്റംസും കൂടി വാങ്ങിച്ച് നല്ലൊരു തുകയൊക്കെ. അപ്പം അലീന പറയുന്നു, ചേട്ടാ ഡിസ്കൗണ്ട് തരണേ, സ്നേഹനികേതത്തിലിട്ട് കൊടുക്കാനാന്ന് പറയും. ഓ ശരിയെന്ന് പറയും. അങ്ങനെ സാധനങ്ങളും കൊണ്ട് വെയിറ്റ് ഇല്ല. അങ്ങനെ എനിക്കൊരു ഓട്ടോ വിളിച്ച് തരുമോ ചേട്ടാന്ന് ചോദിക്കുമ്പോൾ പറയും, സ്ഥിരം വിളിക്കുന്ന നമ്മുടെ ഒരു ഓട്ടോ വിളിച്ച് കൊടുക്കും. സ്നേഹക്കൂടെന്ന് പറയുന്ന നമ്മുടെ ഷാജി എന്ന ഓട്ടോ ഡ്രൈവറാണ് അതിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അപ്പോൾ ചോദിക്കും, എവിടേക്കാണ് പോകേണ്ടത്? ഇത്രയും ലോഡും സാധനമൊക്കെ ഉണ്ടോ? ആളാരാ? ചോദിക്കും, ആ കുട്ടിയാണ് സ്നേഹനികേതത്തിലോട്ട് പോകാൻ വേണ്ടിയാന്ന് പറയും. ഓ ശരിയെന്ന് പറയും. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് അതിൻ്റെ മുകളിലോട്ട് ഓട്ടോയ്ക്കകത്തോട്ട് വെച്ച് കൊടുക്കും. അങ്ങനെ എത്ര ആവും ചേട്ടാ? അത് ഇത്രയും ലോഡുണ്ട്, ഇത് തിരിച്ച് ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ തന്നെ വേണ്ടേ സാധനങ്ങളെല്ലാം ഇറക്കാൻ. അപ്പോൾ ഒരു 250 രൂപയാവും. പിന്നെ റോഡെല്ലാം മോശമാണെന്ന് പറയും. അത് ഇച്ചിരി കൂടുതലാണ്. ഇഷ്ടമില്ലെങ്കിൽ ഇറങ്ങിക്കോ എന്ന് പറയും. അല്ല, അത് എന്തായാലും വെച്ച് പോയില്ലേ, പൈസ ഞാൻ തരാം എന്ന് പറഞ്ഞ് സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് നമ്മുടെ സ്നേഹക്കൂടെന്ന് പറഞ്ഞ ഓട്ടോയിലോട്ട് നമ്മുടെ ഷാജി എന്ന് പറഞ്ഞ ഡ്രൈവറുടെ കൂടെ നമ്മുടെ അലീനയും ഒക്കെ ആയിട്ട് സ്നേഹനികേതനിലോട്ട് പോവുകയാണ്. അതിനുശേഷം നമ്മുടെ ബാലചന്ദ്രനെയും കൃഷ്ണമോളും കൂടി ഹോസ്പിറ്റലിലോട്ട് വൈജയന്തിയെ കാണാനായിട്ട് വരികയാണ്. അപ്പോൾ വൈജയന്തിക്ക് ബില്ലൊക്കെ കൊടുത്തതിൻ്റെ ഒരു ദേഷ്യമൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ വൈജയന്തി ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ കൃഷ്ണൻ ഹോസ്പിറ്റലിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ കൃഷ്ണയുടെ നമ്മുടെ വൈജയന്തി ചോദിക്കും, നിനക്കിന്ന് ട്യൂഷനൊന്നും ഇല്ലായിരുന്നോ? ഇല്ല, ഇന്ന് ഞാൻ പോയില്ല, ഞാൻ അമ്മയെ കാണാൻ വന്നേ. ഓ കാണുന്നത് എന്തിനാ എന്ന് ചോദിക്കും. എന്താ അമ്മേ, എനിക്കെന്താ അമ്മയെ കാണാൻ വന്നുകൂടെ എന്ന് ചോദിക്കും. അപ്പോൾ ബാല്യത്തിനും കൂടെ ഉണ്ടല്ലോ. അന്ന് ചോദിക്കും, അമ്മയ്ക്കൊരു മാറ്റവും ഇല്ലല്ലോ. അതെ, എനിക്കൊരു മാറ്റവും ഇല്ല, എത്ര വന്നാലും അമ്മ പഠിക്കത്തില്ലെന്ന് ചോദിക്കും. അതെ, ഞാനെല്ലാം പഠിച്ചിട്ട് ചോദിക്കും, പുതിയത് പഠിപ്പിക്കാനുള്ള ആൾക്കാരും കൂടി ഇവിടെ നിൽപ്പുണ്ടല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ ഇങ്ങനെ നോക്കുവാണ്. ബാലേന്ദ്രൻ പറയുകയാണ്, 2 ദിവസം കഴിഞ്ഞാൽ വീട്ടിലോട്ട് വരാമെന്നാണ് ഡോക്ടർ പറയുന്നത്. പിന്നെ അവിടെ നിന്നൊരു ഹോം നേഴ്സിനെ നിർത്തി നോക്കിയാൽ മതി. ഇപ്പം നിലവിൽ അവിടെ ഒരു അലീന ഉണ്ടല്ലോ എന്ന് പറയും. ഓ, അവളിപ്പോൾ ഹോം നേഴ്സ് അല്ലല്ലോ, അവളിപ്പം വീട്ടുകാരിയില്ലേ എന്ന് പറയും. അതെ, അല്ലെങ്കിൽ വേറെ ഹോം നേഴ്സിനെ നിർത്താം. അതിന് ഞാൻ എങ്ങോട്ട് വരുന്നതെന്നാണ് പറഞ്ഞത്? നീ വീട്ടിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ. ഏത് വീട്? എൻ്റെ വീട്. അറിയിക്കുക, നിങ്ങൾ രാജീവേട്ടനും ശിവേട്ടനും വന്നപ്പം നിങ്ങൾ ബില്ല് കൊടുത്തായിരുന്നല്ലോ. അതെ, ബില്ല് കൊടുത്തായിരുന്നു, 8 ലക്ഷം രൂപ. ഇത് ചെക്കാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ ചിലവാക്കിയ എമൗണ്ടിൻ്റെ ബില്ലാണിത്. ഈ ചെക്കിനകത്ത് ആ തുക എഴുതിയിട്ടുണ്ടെന്ന് പറയും. നിങ്ങൾക്ക് എടുക്കാമെന്ന് പറയും. ഇത് പാസ്സാവോ വൈജ്? പാസ്സാവുമോ എന്ന് പറയും. ബാങ്കിൽ കൊടുത്താൽ മതിയെന്ന് പറയും. ഞാൻ പറഞ്ഞത്, നീ എൻ്റെ ഭാര്യയായിട്ട് കടപ്പാട്ടൂർ വീട്ടിലോട്ട് വരികയാണെങ്കിൽ ഈ എമൗണ്ട് എനിക്ക് തരണ്ട. നീ മറ്റെവിടെയെങ്കിലും പോയി താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അതെ, ഞാൻ കടപ്പാട്ടൂർ വീട്ടിലോട്ട് വരുന്നില്ല, ഞാൻ വേറൊരു വീടെടുത്ത് താമസിക്കാം. എനിക്ക് ജോലിയുണ്ട്, ശമ്പളമുണ്ട്, എനിക്കൊരു വീട് വാടകയ്ക്ക് എടുക്കാനോ പ്രയാസമെന്ന് ചോദിക്കും. ഓ, എനിക്ക് ശരി, ആയിക്കോട്ടെ എന്ന് നമ്മുടെ ബാലേന്ദ്രൻ പറയും. അപ്പോൾ പറയും, ഇത് മാത്രം തന്നാൽ പോരല്ലോ വൈജ്, പിന്നെന്താ, എൻ്റെ 2 പെങ്ങന്മാരാ, സുനന്ദേച്ചിയും സുലോചനയും ഇത്രയും ദിവസം ഇവിടെ ബൈസ്റ്റാൻഡായിട്ട് നിന്നത്. അവർക്കൊരു തുക കൊടുക്കണ്ടേ? പിന്നെ ഗോവർദ്ധനും കൊടുക്കണം. ഗോവർദ്ധനാണല്ലോ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ നോക്കിയത്. എത്രയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. 25,000 രൂപ വെച്ച് 3 പേർക്കും കൊടുക്കണമെന്ന് പറയും. കൊടുക്കാം. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും ബൈസ്റ്റാൻഡായിട്ട് വന്ന് നിൽക്കണ്ടെന്ന് പറയും. ശരി, ആയിക്കോട്ടെ, ഞാൻ എൻ്റെ കാര്യം നോക്കാൻ ഒരു ഹോം നേഴ്സിനെ നിർത്തിക്കോളാം. ആയിക്കോട്ടെ എന്ന് പറയും. അങ്ങനെ ശരിയെന്ന് പറഞ്ഞ് നമ്മുടെ ബാലേന്ദ്രനും കൃഷ്ണയും കൂടി പുറത്തോട്ടിറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വൈജ ഇങ്ങനെ അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കഥ കേൾക്കണം. ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.